ഇവരെ വിളിക്കുന്നത് വഴി നിങ്ങൾ എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചു. അപ്പൊ അവരെന്താ പറഞ്ഞു? അവരെന്താ പറഞ്ഞു? അവർ പറഞ്ഞിട്ടുണ്ട്. അവരോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, അത് അള്ളാഹു എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. എവിടെ എവിടെ? അലാ ലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമർ 3-ലെ ആ വാചകം ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയേ. ഒന്ന് ശ്രദ്ധിക്കുക, യുവാക്കളൊന്ന് ശ്രദ്ധിക്കുക. അലാ ലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ. അല്ലാഹുക്ക് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ. സമസ്തക്കാർ പറയുന്നതോ അള്ളാനെ വിട്ട് ഔലിയാക്കളെ സ്വീകരിച്ചോളി. അല്ലാഹ് ഇവിടെ പറയുന്നതോ അള്ളാനെ വിട്ട് ഔലിയാക്കളെ സ്വീകരിച്ചവർ എന്ന് പറഞ്ഞ് അള്ളാഹ് അവരെ കുറ്റപ്പെടുത്തുക. എന്നിട്ട് അവരെന്തോ പറഞ്ഞത്? ആ ഔലിയാക്കൾ റബ്ബാണെന്നാ പറഞ്ഞ്, ആ ഔലിയാക്കൾ ഖാലിഖാണെന്നാ പറഞ്ഞ്, ആ ഔലിയാക്കൾ അള്ളാനെ പോലാത്ത അല്ല എന്നാ പറഞ്ഞ്. അല്ല, അല്ല എന്ന് പറയട്ടെ, ആ ഔലിയാക്കൾ എന്താന്നാ അവർ പറഞ്ഞ്? അല്ല പറഞ്ഞ എന്താ? അവരുടെ വിശ്വാസം എന്തായിരുന്നു അതല്ലേ അല്ല പറയാ. അവർക്കില്ലാത്തൊരു വിശ്വാസം അല്ല അവരുടെ പേരിൽ പറയോ? അള്ളാഹു ഒരു വിഭാഗം പഴച്ചു എന്നുള്ളത് കൊണ്ട് അവരോട് അനീതി കാണിക്കോ? ഇല്ല എന്നാ അല്ല പറയണേ. അവർക്കില്ലാത്തൊരു വാദം അവരുടെ പേരിൽ അല്ല വെച്ച് കെട്ടുവോ? അവർക്ക് എന്താ വാദം? ലിയുഖർരിബൂനാ ഇലല്ലാഹി. ഇലല്ലാഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൊയ്ലിയാരെ ഇത് മൊയ്ലിയാര് കേൾക്കല്ലോ. ഇലല്ലാഹി എന്ന് പറഞ്ഞ മൊയ്ലിയാരെ അള്ളാഹുവിലേക്ക്, പടച്ചോനിലേക്ക് ഈ ഔലിയാക്കൾ ഞങ്ങളെ അടുപ്പിക്കും. അഥവാ ഞങ്ങള് പാപികളാണ്, തെറ്റ് ചെയ്തവരാണ്, വലിയ പുണ്യാളന്മാരല്ല, ഇവരൊക്കെ മഹാന്മാരാണ്. ഈ മഹാന്മാര് അള്ളാഹുലേക്ക് ഞങ്ങളെ, അതായത് എങ്ങനെ? മന്ത്രിനെ നമുക്ക് നേരിട്ട് പരിചയമല്ല, വലിയമാര് സാധാരണ പറയില്ല. മന്ത്രിനെ നമുക്ക് പരിചയമല്ല, പക്ഷെ MLA നമ്മളെ നാട്ടുകാരനാണ്. അപ്പൊ MLA പിടിക്കുക. വലിയമാര് സാധാരണ പറയുന്നതാണ്, MLA പിടിച്ചിട്ട് MLA പറയാ ഇതിന്റെ നാട്ടുകാരനാണ്, ഞങ്ങൾ അയൽവാസികളാണ്, ക്ലാസ്മേറ്റ് ആണ് എന്നിട്ട് പടച്ചോനിലേക്ക് ഈ MLA മന്ത്രിയിലേക്ക് അടുപ്പിക്കുന്ന പോലെ ലാത്ത, ഉസ്സ, മനാത്ത, വദ്, സുവാ, യഗൂസ്, യഹൂക്ക്, നസർ, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി ഞങ്ങൾ അടുപ്പിക്കും. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ വാദപ്രതിവാദത്തെ 2 ടീമിലെ മൊയ്ലിയമാർക്ക് ഇതല്ലേ വിശ്വാസം? മൊയ്തീൻ ഷെയ്ഖ് അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നല്ലാണ്ട് മൊയ്തീൻ ഷെയ്ഖ് അല്ലേ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? ഇല്ലല്ലോ. മൊയ്തീൻ ഷെയ്ഖ് തന്നെയാണ് അള്ളാഹ്ക്ക് ഒരു സ്വർഗവും നരകവും ഉണ്ട്, അല്ലാഹ് ഞങ്ങളെ വിചാരണ ചെയ്യാനാ? അല്ലേലോ. ഈ മൊയ്തീൻ ഷെയ്ഖ് അള്ളാഹുലേക്ക് സാമീപ്യം കിട്ടും. ഒന്ന്, അവരുടെ വിശ്വാസം അതാ. രണ്ടാമത്തെ എന്താ? വയഖൂലൂന ഹൗലായി ശുഫാഉന വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്. 10-ാം അധ്യായം 18-ാമത്തെ വചനം. 10-ാം അധ്യായം 18-ാമത്. അവിടെ അവർ പറയുന്ന അള്ളാഹുവിലേക്ക് ഇവർ ഞങ്ങളെ ശുപാർശകരാണ്. ആര്? അള്ളാഹുവിന്റെ അടുത്തേക്ക് ഇവർ ഞങ്ങളെ ശുപാർശകൻ. ഇപ്പൊ മൊയ്ലിയാർ ഈ വാദപരിവാദം പറഞ്ഞില്ലേ, ഇന്ന് ഇമാമിങ്ങൾ റസൂലിനെ ശുപാർശകനാക്കി നബീനോട് തേടിയും. അപ്പൊ മൊയ്ലിയാമാരെ വിശ്വാസം എന്താ? അബൂജഹലിന്റെ വിശ്വാസം എന്താ? ഈ മഹാന്മാർ അള്ളാഹുലേക്ക് അടുപ്പിക്കും. അങ്ങനെ വിശ്വസിച്ച ആളായിരുന്നു ഇമാം നവവി എന്നാ മൊയ്ലിയാർ പറഞ്ഞു. മനസ്സിലായോ? ഏത്? അബൂജഹലിന്റെ വിശ്വാസമായിരുന്നു ഇമാം നവവിക്ക്. വിടുവോ? ആലോചിക്കണം നിങ്ങളെ. ഈ 2 വാദം അവർക്കുള്ളത്. മൂന്നാമത്തതോ? അതാണ് നമ്മൾ ഹൈന്ദവരും ക്രൈസ്തവരായിട്ട് പരിശോധിക്കേണ്ടത്. ക്രൈസ്തവരിൽ ചില വിശ്വാസക്കാരാണ്, അത് നമുക്ക് വേറെ പഠിക്കേണ്ടതാണ്. വൈന്ദിറല്ലദീന ഖാലുത്തഖദല്ലാഹു വലദ, അത് വേറൊരു സബ്ജക്റ്റാണ്, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കണില്ല. ഹൈന്ദവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചോദിച്ചോ, ഈ ആള് ലോകത്തിന്റെ സെറ്റാവാൻ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഖാലിഖാൻ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? റാസിഖാൻ നിങ്ങൾ ഒന്നും വിശ്വസിക്കില്ല. ഇല്ല. നിങ്ങൾ മനസ്സിൽ നിങ്ങൾ പഠിക്കണം. അത് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ നോക്ക്, കെ പരമേശ്വരൻ പിള്ള ഹിന്ദു ധർമ്മ പരിചയം എന്നൊരു പുസ്തകമുണ്ട്. ഇന്ത്യയിലെ ഹിന്ദു മതം എന്താണ്, അതിന്റെ വിശ്വാസം എന്താണ്, ആചാരം എന്താണ്. ആ ഹിന്ദു ധർമ്മ പരിചയം എന്ന പുസ്തകത്തിന്റെ 21-ാം അധ്യായം 148-ാമത്തെ പേജ് 3-ാമത്തെ പാരഗ്രാഫ് 1-2 വരി. അതിലെന്താ ഉള്ളത്? കെ പരമേശ്വരൻ പിള്ള പറയാണ്, ഒരു ദേവനും ദേവിക്കും സ്വന്തമായി കഴിവില്ല. ഒരു ദേവനും ദേവിക്കും എന്തില്ല? സ്വന്തമായിട്ട് കഴിവില്ല. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ സാക്ഷാൽ അള്ളാഹുവിൽ നിന്ന് ദേവിക്കും ദേവനും കഴിവ് കിട്ടണം. ഇനി നിങ്ങൾ മൊയ്ലിയാരെ ഫോൺ ചെയ്തിട്ട് പേരോടിന് ചോദിക്കുക, മൊയ്തീൻ ഷെയ്ഖിന് അള്ള കൊടുത്ത കഴിവുകൊണ്ടാണോ നിങ്ങൾ ചോദിക്കുന്നത്? അതേ ഫോണിന് കട്ട് ചെയ്യാണ്ട് ഫോൺ കോൺഫറൻസിൽ അടുത്ത സന്യാസിക്ക് വിളിക്കുക. ആട്ടോ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടത്? പേരോടിന് അതിൽ തന്നെ ഇട്ടുകൊണ്ട് ഫോൺ കോൺഫറൻസ് ഇപ്പുറത്തെ ഞങ്ങൾക്കൊരു സന്യാസിൻ്റെ അത് തരും. ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. സ്വാമിജി സുഹൃദാനന്ദ സ്വാമികളല്ലേ? അതെ. നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കാനാണെന്ന് പറഞ്ഞിട്ട് സ്വാമിജിനോട് ചോദിക്കുക, സുഹൃദാനന്ദ സ്വാമികളല്ലേ? ശിവഗിരി ആശ്രമത്തിലെ? അതെ. ഗുരുവായൂരപ്പൻ ഇലാഹാണ്, അല്ലെങ്കിൽ സൃഷ്ടാവാണ്, ആരാധ്യനാണ്, ലോകത്തിന്റെ രക്ഷകനാണ്, ലോകം സൃഷ്ടിച്ചത് അദ്ദേഹമാണ്, അദ്ദേഹമാണ് സൃഷ്ടാവ് എന്ന വിശ്വാസത്തിലാണോ
നിങ്ങൾ അദ്ദേഹത്തോട് രക്ഷ തേടുന്നത് എന്ന് ചോദിച്ചാൽ പേരോട് നേരത്തെ പറഞ്ഞതിനേക്കാൾ മനോഹരമായി അയാൾ. അപ്പൊ നമ്മൾ മർക്കസ് സക്കാഫത്ത് സുന്നിയല്ല സ്വാമിജി പഠിച്ച്, മർക്കസ് സക്കാഫത്ത് സുന്നിയല്ല സ്വാമിജി പഠിച്ചത്. രണ്ടാളും ഒരേ മറുപടി. ഇനി യാദർശികമായ അബൂജഹൽ വന്നു എന്ന് വിചാരിക്കുക മർക്കസ് സക്കാഫത്ത് സുന്നിയിലേക്ക്. അപ്പൊ തൊട്ടിപ്പുറത്ത് കെ പരമേശ്വരൻ പിള്ളരി അബൂജഹലിനെ, ഇപ്പുറത്ത് കാന്തപുരത്തിനെ ഇരുത്തുക. അത് ചോദിക്കുക അബൂജഹലിനെ, ആ ശരി. അല്ല, ഈ ലാത്ത ഉസ്സ മനാത്ത ഖുബിലി വദ് സുവാ ഇബ്രാഹിം നബി ഇസ്മായിൽ നബി ഇവർക്ക് അള്ള കൊടുത്ത കഴിവെന്നാണോ നിങ്ങൾ അക്കാലത്ത് ചോദിച്ചേ? അല്ല അവർ സ്വയം പര്യാപ്തമുള്ള പടച്ചോനാന്ന് വിചാരിച്ചിട്ടാണോ ചോദിച്ചേ? അപ്പൊ ഒരൊറ്റ ചിരി അബൂജഹൽ. അല്ല, ഞങ്ങൾ ചെല്ലിയ തെൽബിയത്ത് നിങ്ങൾ വായിച്ചിട്ടില്ല? നിങ്ങളെ സഹീഹ് മുസ്ലിമിലല്ലേ ഞങ്ങളെ തെൽബിയത്തുള്ളത്? അതെന്താ? അബൂജഹൽ ചെല്ലിയ തെൽബിയത്ത് നബി കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാബത്തിന്റെ അടുത്ത് നിന്ന് കേൾക്കുക. അതെന്താ തെൽബിയത്ത്? ഇബ്നു അബ്ബാസ് പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ്, അല്ലാതെ കെ മൗലവി വക്ക മൗലവി അല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് കാബത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ തെൽബിയത്തായിട്ട് വരികയാണ് അബൂജഹലും കൂട്ടരും. നമ്മൾ വിചാരിക്കും ഇവിടുത്തെ SKSSF നയിക്കുന്ന ഒരു ടീമാണ് വരുന്നതെന്ന്. അബൂജഹൽ എന്ന മൊയ്ലിയാരുടെ നേതൃത്വത്തിൽ SKSSF മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ടതാന്ന് അപ്പം വിചാരിക്കുക. എന്താ അവിടെ ചില ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓല് വരുന്നത്. അപ്പൊ നബി അത്രയും ചെല്ലിയപ്പോൾ റസൂൽ മിണ്ടിയില്ല. അതിന്റെ ബാക്കി കുറച്ച് കാര്യം കൂടി ഒരു ചെല്ലാറുണ്ട്. അത് നബി വിലക്കുകയും ചെയ്തു. നമ്മൾ വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു പോയിന്റ്, അവർ ചെല്ലിയ ആദ്യ ഭാഗത്തെ റസൂൽ അംഗീകരിച്ചു. അവർ ചെല്ലിയ അവസാന ഭാഗം നാശത്തിൻ്റെതാണെന്നും നരകത്തിലേക്കാണെന്നും അത് ശിർക്കാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതെന്താ? ആ പോയിന്റാണ് സമസ്തയെയും നമ്മളെയും വേർപ്പെടുത്തുന്നത്. അതെന്താ? അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് പങ്കുകാരില്ലല്ല. അത്രയും എത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുകയാണ്. അത്രയും അവർ പറയുമ്പോൾ റസൂൽ ഉടനെ ഇടപെടും. എന്നിട്ടോ ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലക്കും കദീം കദീം, മതി മതി മതി, നാശം നാശം, നിർത്തിക്കാറാണ്. ഏതാണ് നബി പറയരുതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയരുതെന്നും പറഞ്ഞാൽ നാശമാണെന്നും നബി പറഞ്ഞത് ഏതാ? അബൂജഹലിനോടും ടീമിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയരുത് എന്ന് പറഞ്ഞ ഭാഗം എന്താ? അതെന്താ? ആ ഭാഗം ഏതാന്ന് കിട്ടാൻ ഒരു പുസ്തകം ഉദ്ധരിക്കാൻ ഞാൻ. നബി പറയരുത് എന്ന് പറഞ്ഞത് അബൂജഹൽ ആവർത്തിച്ചു, നബിനെ ധിക്കരിച്ചു. അബൂജഹലും കൂട്ടരും പിന്നെ ആവർത്തിച്ചു. റസൂലുള്ള പറയരുത് എന്ന് പറഞ്ഞ ആ ഭാഗം എങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കിതാബിലുണ്ടായി? ഞങ്ങൾ പോയിന്റ്. ഏറ്റവും അവരുടെ കൂട്ടത്തിൽ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു പാറന്നൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാർ. ഈ മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഖുതുബിയത്തിന് പരിഭാഷ എഴുതി. എങ്ങനെ? ഖുതുബിയത്തിന് പരിഭാഷ എഴുതി. ആ പരിഭാഷയിൽ 24-25 പേജിലുള്ള എന്താ അറിയങ്ങള്? മൊയ്തീൻ ഷെയ്ഖ് റബ്ബാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മൊയ്തീൻ ഷെയ്ഖ് റബ്ബാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മൊയ്തീൻ ഷെയ്ഖിന് അള്ള കൊടുത്ത കഴിവുകൊണ്ട് മൊയ്തീൻ ഷെയ്ഖ് ഞങ്ങളെ സഹായിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എങ്ങനെ ഖുതുബിയത്തിൽ എന്താ ഉള്ളത്? അതിന്റെ വിശദീകരണത്തിൽ എന്താ പറഞ്ഞത്? മൊയ്തീൻ ഷെയ്ഖ് റബ്ബാണെന്നോ ഖാലിഖാണെന്നോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അള്ള കൊടുത്ത കഴിവെന്ന് മൊയ്തീൻ ഷെയ്ഖ് ഞങ്ങളെ സഹായിക്കും. ഇനി സ്വഹീഹ് മുസ്ലിമിലുള്ള തൽബിയത്ത് എന്താ? ഇല്ലാ ശരീകൻ ഹുവ ലക. ഒന്ന് അർത്ഥം വെച്ച് നോക്കാം. ഇല്ലാർക്കൊണ്ടൊന്ന് അർത്ഥം വെപ്പിക്ക്. ഇല്ലാ ശരീകൻ ഹുവ ലക. മനസ്സിലായല്ലോ? തംലികുഹു വമാ മലക. അല്ലാഹുവേ, ഇവരൊക്കെ നിന്റെ കീഴിലുള്ള ചില ശരീക്കുകളാണ്. അവർക്ക് സ്വന്തമായ ഒരു കഴിവുമില്ലല്ല. അവർ എന്തൊക്കെ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അതൊക്കെ നീ കൊടുത്തതാണല്ല. ആ ഭാഗം പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി എന്ത് പറഞ്ഞത്? പറയല്ലേ, നാശമാണ്, നരകമാണ്, ചെയ്യല്ലേ. അബൂജഹൽ അത് കേട്ടോ? അനുസരിച്ചോ? ഇല്ല, ധിക്കരിച്ചു. അബൂബക്കർ അത് കേട്ടോ? കേരളത്തിലെ ഇല്ല, ധിക്കരിച്ചു. അപ്പൊ അബൂബക്കർ അബൂജഹലിന്റെ മില്ലത്തിലാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മില്ലത്തിലാണോ? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികു വമാ മലക എന്ന് പറയരുത് എന്ന് പറഞ്ഞ് ഇക്രിമക്ക് സ്ട്രൈക്ക് ചെയ്തു. ഇക്രിമ സഖാഫി ആയിരുന്നു, പിന്നെ സലഫിയായി. ഇക്രിമ ആ കാലഘട്ടത്തിലെ മർക്കസ് സഖാഫത്ത് സുന്നിയെ പഠിച്ച ആളായിരുന്നു. പിന്നെ മൂപ്പര് സഖാഫി പട്ടം വിട്ട് മൂപ്പര് സലഫി. കാരണം എന്താ? നബി പറയരുത് എന്ന് അബൂജഹലിനോടും ടീമിനോടും പറഞ്ഞു. ബാപ്പാന്റെ കൂടെ നിന്നത് പറഞ്ഞ മോനാണ് ആര്? ഇക്രിമ. ബാപ്പാന്റെ കൂടെ നിന്നിട്ട് പറഞ്ഞ മോനാണ് ആര്? ഇക്രിമ. അല്ലേ? ഇക്രിമക്ക് പിന്നെ മനസ്സിലായി സംഭവതാണ്. അപ്പൊ ഇക്രിമ എന്ത് ചെയ്തു? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക എന്നങ്ങ് ഒഴിവാക്കിയപ്പോ മുസ്ലിമായി. അത് നിലർത്തിയപ്പോ കാഫിറും മുശ്രിക്കും മരിച്ചു. പറയൂ, അബൂജഹൽ ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക എന്ന് പറഞ്ഞപ്പോ കാഫിറും മുശ്രിക്കുമായി മരിച്ചു. ആ പണി ചെയ്യിപ്പിക്കാനാണ് മുസ്ലിയാക്കന്മാരെ നമ്മളെ പഠിപ്പിച്ചത്. ഏത് വേണം, ഏത് വേണ്ട. സുഹൃത്തുക്കളെ, അത് നിങ്ങൾക്ക് മനസ്സിലായോ?
പിന്നെ എപ്പോ പറയുന്നത് എന്താണ്? യാ ശൈഖ് മുഹീദ്ദീൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയാന്നാ. ശരി, അങ്ങനെ ഒരാശയം സഹാബിമാർ ലോകത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കേ, നമ്മൾ എന്തുകൊണ്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം പറയുന്നു? അതെപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഫാത്തിഹയുടെ ബാക്കി ഭാഗം ഒന്ന് മനസ്സിലൊന്ന് കുറിച്ചേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാവാരിധിയുമായ അല്ലാഹു, അല്ലാഹുവേ നിന്റെ നാമത്തിൽ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ പരമകാരുണികനും കരുണാവാരിധിയും എന്ന സിഫത്ത് മൊയ്തീൻ ശൈഖിനുണ്ടോ? ഉണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതികളും സർവലോക രക്ഷിതാവായ അല്ലാഹ് നിനക്ക. അർ റഹ്മാനിർ റഹീം, നീ ആരാ? പരമകാരുണികനും കരുണാവാരിധിയുമാണ്. ഇനി ഫാത്തിഹയുടെ തുടക്കം മുതലൊന്ന് പറഞ്ഞേ. മൊയ്തീൻ ശൈഖ്, താങ്കൾ പരമകാരുണികനും കരുണാവാരിധിയുമാണ്. പരമകാരുണികനും കരുണാവാരിധിയുമായ മൊയ്തീൻ ശൈഖ് നിന്റെ നാമത്തിൽ ആരംഭിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതികളും അള്ളാഹുവിനാകുന്നു എന്നിടത്ത് റബ്ബ് എന്നുള്ളിടത്ത് മൊയ്തീൻ ശൈഖിനെ വെച്ചാലോ? അങ്ങനെ വെക്കാൻ പറ്റുമോ? നഊദു ബില്ലാഹ്. അല്ലെ, ഇവിടെ എന്താ? പടച്ചോനെ, നീയാണ് ലോകത്തിന്റെ രക്ഷകൻ, സർവ്വലോകങ്ങളുടെയും രക്ഷക, നിനക്കാണ് സ്തുതി. പിന്നെയോ മാലിക് യൗമിദ്ദീൻ, നീ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ്. അതുകൊണ്ട് ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു. അതുകൊണ്ട് കാര്യകാരണ ബന്ധത്തിന് അതീതമായുള്ള എല്ലാ സഹായം തെട്ടും നിന്നോട് മാത്രം ഞങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് നാദാ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇനി പറയൂ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം മൊയ്തീൻ ശൈഖേ, ഉള്ളാളന്തങ്ങളെ, മമ്പറന്നങ്ങളെ, ഇബ്രാഹിം നബിയെ, മുഹമ്മദ് നബിയെ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ല. ഈ യോഗ്യത ഒക്കെ ഉള്ള റബ്ബിനോടെ അത് പറ്റൂ. എന്നാൽ ഈ ആളുകൾ ശിർക്കിലായതെങ്ങനെ? ഇനി വേറൊരു കൂട്ടർ ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ സമസ്തക്കാരായിട്ട് വാദപ്രതിവാദം നടത്താൻ പറ്റുക? ഇപ്പൊ എവിടെയൊക്കെ ഉണ്ടായ, മംഗലാപുരത്തൊക്കെ ഉണ്ടായ ചില പ്രശ്നം എന്താ? നിങ്ങളെ സമസ്തക്കാരും പിന്നെ ജിന്നൂരികളായ നിങ്ങളും ഒന്നാകല്ലേ വേണ്ടേ? കനോല അമ്പിയാക്കളോട് ദ്വേർക്കാറ്, നിങ്ങൾ ജിന്നിനോട് ദ്വേർക്കാന്ന് പറഞ്ഞിട്ടൊക്കെ ചില പുകലുണ്ടാക്കുന്നതുകൊണ്ട് ഓരോട് നമുക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ, മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്ന്. അതിൽ വിശ്വാസമില്ലാത്ത നേതാക്കന്മാരാണ് നിങ്ങളെ നയിക്കുന്നത്. മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്ന് മനസ്സ് തട്ടി വിശ്വസിക്കാത്തൊരു നേതൃത്വമാണ് നിങ്ങളിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ ആ മുങ്ങുന്ന കപ്പലിൽ നിന്ന് ചാടി. വേണം നിങ്ങൾ ചാടിക്കോളി. നിങ്ങൾ ചാടുന്നതിനോട് കൂടി ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളെ മുടി പിടിച്ച് നിങ്ങൾ കരക്ക് കയറ്റിക്കോളാം. ഇപ്പൊ ഒരുപാട് ആൾ ചാടുന്നുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പൊ 2 ഗ്രൂപ്പായി. അറിഞ്ഞില്ലേ? ടീപ്പിനെയും ഏപ്പിനെയും ഇവിടെ തോണ്ടിയിട്ടാണ് അബ്ദുറഹ്മാൻ സൽഫി ഇറങ്ങിപ്പോയത് കഴിഞ്ഞ ദിവസം. മനസ്സിലാണ്ടോ? അതെന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇത്തരം ടീമുകൾ നിങ്ങൾ വിചാരിക്കുമല്ലോ ഒറ്റക്കെട്ടാണ്. വഖുലൂബുഹും ശത്താ, അവരുടെ ഹൃദയം വ്യത്യസ്തമാണ്. ഇപ്പൊ 2 ഗ്രൂപ്പായി പിരിഞ്ഞു. അബ്ദുറഹ്മാൻ സൽഫി ഗ്രൂപ്പ് മീറ്റിംഗ് കൂടുന്നുണ്ട്, പബ്ലിക്കിൽ ടീപ്പിനെയും ഏപ്പിനെയും ചീത്തയും പറയുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ആരോ കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ അറിയണ്ടോ? അതുകൊണ്ട് ഞാൻ പറയാ, ആ കൂട്ടത്തിൽ പെട്ട് വെറുതെ ഇപ്പൊ കപ്പലിലെ ഏറ്റവും കൊടി മാത്രം വെള്ളത്തിൽ ബാക്കിയുള്ളു, ബാക്കിയൊക്കെ മുങ്ങിക്കുക. മനസ്സിലായോ? അതുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടാത്ത വിധം ആഴക്കടലിലേക്ക് ഒരു മുങ്ങിക്ക് പിന്നെ കടലിൽ മുങ്ങുന്ന വിദഗ്ധനും നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. കാരണം അള്ളാഹ് നിങ്ങളെ മുക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അള്ളാഹുവിനോട് കഴിച്ചിൽ വേറല്ല. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അള്ളാഹു അങ്ങേറ്റം തന്ത്രശാലിയാണ്. ആ തന്ത്രം അള്ളാഹ് ഇവിടെ എടുക്കും. അതുകൊണ്ട് അനാവശ്യമായി, കാരണം മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒട്ടും പേക്കാത്ത നിങ്ങൾ എന്താ ഇപ്പൊ വാദപ്രതിവാദം നടത്താത്തത്? ജിന്നൂരികൾ നിങ്ങൾ ഞങ്ങളെ വിളിച്ചതിന് ശേഷം 3 വാദപ്രതിവാദം റഹ്മാനി നടന്ന് 3 നടന്ന് 3 കാലയളവിൽ നിങ്ങൾക്ക് ഒരെണ്ണം നടന്നോ? നടക്കാൻ പറ്റുമോ? ഹനീഫ് കായക്കൊടി, അഹമ്മദ് അനസു, അബ്ദുറഹ്മാൻ സൽഫിയോട് വന്നു തന്നെ ആയിരിക്കാം. 3 ആൾ ഇരിക്കുന്നിടത്ത് മൊയ്ലിയാരെ ഫസ്റ്റ് ചോദ്യം എന്തായിരിക്കോ? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ മുശ്രിക്കാണോ? അല്ല എന്ന് പറഞ്ഞാൽ കുടുങ്ങിയില്ലേ? അല്ല എന്ന് പറഞ്ഞാൽ യാ ഇബാദല്ലാഹ് എന്നുള്ള ശിർക്കാണോ? ആണെന്ന് മൊയ്ലിയാർ പറയുന്ന ക്ലിപ്പിംഗ് ഇടും. ഹനീഫ് അനസും പറയുന്ന ക്ലിപ്പിംഗ് ഇട്ടിട്ട് ചോദിക്കും, യാ ഇബാദല്ലാഹ് ശിർക്കുണ്ട് നിലങ്ങൾ പറഞ്ഞ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ചെയ്തു എന്നുള്ള മഷൂറാൻ ഞങ്ങളെ സെൽഫി ലോകം മുഴുവൻ അങ്ങനെ. ഈ സെൽഫിയുടെ കൂട്ടത്തിൽ നിങ്ങൾ പെടൂലേ? 5 മിനിറ്റ് കൊണ്ട് കട്ടയും പടവും മടക്കി പിന്നെ തൂങ്ങി മരിക്കേണ്ടി വരും ചങ്ങൈമാരെ. അതുകൊണ്ട് ആരും അതിൽ പോയി പെടണ്ട. ഇനി ഓല് വാദപ്രതിവാദം നടത്തും. നിങ്ങൾ നോക്കി AP സുന്നിനെ കൊണ്ട് EK സുന്നിനെ കൊണ്ട് വെല്ലു പിടിപ്പിക്കണം ഓലെ. അപ്പ അറിയാ തനിനറോ നേരം ചെമക്ക് ഇവിടെ ആര് വെല്ലുവിളിച്ചാലും നമുക്ക് ഇരിക്കാം. യുക്തിവാദികൾ വിളിച്ചാലും നിരീശ്വരവാദി. ഇപ്പൊ നിച്ചോപ്രത്തിന്റെ ഡയറക്ടർക്ക് പോലും വേറുള്ളവർ വാദപ്രതിവാദം വെച്ചാൽ പോകാൻ കഴിയുന്നില്ല. കാരണം ക്രിസ്ത്യാനിനോട് പോലും ഇപ്പം വാദപ്രതിവാദം നടത്താൻ പറ്റില്ല, ഹിന്ദുവിനോട് പറ്റില്ല. കാരണം വിഷ്ണു മലക്കാന്ന് പോലും വാദിച്ച മുമ്പര് കുടുങ്ങിയില്ലേ? വിഷ്ണു മലക്കാന്ന് വാദിച്ച പോലെ കുടുങ്ങിയില്ലേ? കാരണം മുമ്പര് അതിന് പോയിന്റ് ഉണ്ടായിക്കൊണ്ടിരുന്നു സമ്മേളനത്തിൽ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനില്ല, ഹക്കും ബാത്തിലും വേർതിരിച്ച് നിങ്ങൾ മനസ്സിലാക്കി, കാര്യങ്ങളെ വിച്ഛേദിച്ച് മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിരും. എനിക്ക് ഈ മംഗലാപുരത്തേരോടൊക്കെ നിങ്ങളോട് പറയാനുള്ളത്, ഒരു തട്ടിക്കൂട്ടിയിട്ടുള്ള കളി അവസാനിപ്പിക്കും. ആത്മാർത്ഥമായി ദഅവത്ത് ചെയ്യേണ്ടവരാ നമ്മൾ.
ഈ കർണാടകയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ BJP-ക്കാർ വരെ നമ്മുടെ ദൈവത്തിന് സഹായിച്ചിട്ടുള്ളൊരു നാടായി ഈ കർണാടക. പല ഇഷ്യൂസുകൾ ഉണ്ടായപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്സ് ആണെന്ന് വേണേൽ പറഞ്ഞ് നമുക്ക് തട്ടാം, ആയിക്കോട്ടെ. അതായത് ഇവിടുത്തെ അമുസ്ലിങ്ങൾക്ക് ദൈവത്ത് കിട്ടണം, ദീന് കിട്ടണം, ഇവിടുത്തെ നിരീശ്വരവാദികൾക്ക് ദീന് കിട്ടണം, അല്ലേ? പടച്ചോന്റെ മതം ഈ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഇനി നമ്മളല്ലാതെ ഒരാളില്ല. അത് നിങ്ങളോട് ഞാൻ തുറന്നു പറയാം. ഇനി നിങ്ങൾ നോക്കി, കഴിഞ്ഞ 10 കൊല്ലം മടവൂർ വിഭാഗം എന്തേ ചെയ്ത് ഓൽക്കൊരു പുതിയ ദിക്ർ പ്രവാചകൻ പഠിപ്പിച്ച പോലെ ഉറങ്ങുമ്പോൾ എണീക്കുമ്പോൾ ഒക്കെ ജിന്ന് മലക്ക് സക്കരിയ, ജിന്ന് മലക്ക് സക്കരിയ, ജിന്ന് മലക്ക് സക്കരിയ. അപ്പം ബലോ അങ്ങനെ തന്നെ ജിന്ന് സീറ് സക്കരിയ, ജിന്ന് സീറ് സക്കരിയ, അങ്ങനെ ആയി പോവും. ഏത് അള്ളാന്റെ റസൂല് പറഞ്ഞ ഹദീസിൽ ദിക്ർ പഠിപ്പിച്ച മാതിരി ഇപ്പൊ ഇവരും 10 കൊല്ലമായിട്ട് ഇതിങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. നമ്മളിപ്പോ കേരളത്തിൽ ഇപ്പൊ നമ്മുടെ QHLS സംഗമം നടന്നു, മംഗലാപുരത്തു നിന്നൊക്കെ ആളുകളുണ്ട്. നിങ്ങൾ നോക്കിയാൽ എന്തൊരു സദസ്സായിരുന്നു അത്. നമ്മുടെ ദൈവത്താണ് പ്രധാനം. ഒരുപാട് മനുഷ്യർക്ക് ദീൻ അറിയില്ല, അവരോട് നമുക്ക് വലിയ ബാധ്യതയുണ്ട്. ഈ ദീൻ അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഒരു വലിയ ബാധ്യത. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ദഅവത്ത്. അപ്പൊ കർണാടകത്തിന്റെ നമുക്ക് പരിചയമുള്ള ഇപ്പൊ നമ്മുടെ അഹ്ലെ ഹദീസിന്റെ ജമാഅത്ത് അഹ്ലെ ഹദീസിന്റെ ബാനറിലെങ്കിലും നിന്നുകൊണ്ട് സംഘടിതമായി നമുക്ക് ഇത്രയേ ഉള്ളൂ, ജനങ്ങൾക്ക് ദീനെത്തണം. ഇപ്പൊ സംഘടന എന്ന് പറയുന്നത് എന്തിനാ? സംഘടന സ്വയം തിന്മയല്ല. ചില ആളുകളൊക്കെ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോന്ന് എനിക്ക് ഈയിടെയായിട്ടൊരു സംശയം. ചില ആളുകൾക്കൊക്കെ അങ്ങനെ ഒരു സംഘടന തിന്മയല്ല. ഒരു ഉദാഹരണം പറയാം. എൻ്റെ കൈവശം ഒരു നല്ല മൂർച്ചുള്ള കത്തിയുണ്ട്, നീ വിചാരിച്ചോളൂ. എൻ്റെ അടുത്ത് ഇല്ലട്ടോ, ഉദാഹരണമാണ്. ഇനി നാളെ കത്തി ഉണ്ട് എന്നുള്ള ഭാഗം മാത്രം കേൾപ്പിച്ചിട്ട് കണ്ടോ കത്തിയായിട്ടാണ് നടക്കുന്നത്, അയാളാ പറയുന്നത് അറിയണ്ട. കാരണം ബാക്കിയോട് പറയണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഞാനൊരു സ്ഥലത്ത് ഞാൻ കള്ളു കുടിച്ചു എന്ന് എന്നെ കുറിച്ച് മോഹനൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആളുകൾ എന്താ ചെയ്യോ, ഞാൻ കള്ളു കുടിച്ചു കണ്ടോ, ബാൽശ്ശേരി കള്ളു കുടിച്ചു എന്ന് മൂപ്പര പറയുന്നത് കേട്ടോളി, 3 തവണ ഇട്ടിടും, അതിന്റെ ബാക്കി കേൾപ്പിക്കൂല. എൻ്റെ അടുത്ത് ഒരു മൂർച്ചുള്ള കത്തിയുണ്ട് എന്ന് മാത്രങ്ങൾ ക്ലിപ്പിങ്ങുണ്ട് എന്ന് വിചാരിച്ചോ. മനസ്സിലായോ? ആ മൂർച്ചുള്ള കത്തി ഞാൻ പച്ചക്കറി മുറിക്കാനും ഇറച്ചി മുറിക്കാനും വാഴയുടെ ഇല മുറിക്കാനും നല്ല കാര്യത്തിനും മാത്രം എൻ്റെ ലൈഫിൽ ഉപയോഗിക്കുന്നു എങ്കിൽ നിങ്ങൾ പറയൂ, ആ കത്തി ഷെറിന്റെ കത്തിയാണോ ഖൈറിന്റെ കത്തിയാണോ? ആ കത്തിക്ക് ദോഷമുണ്ടോ? ആ കത്തിയെ ഏറ്റവും പോസിറ്റീവായി ഞാൻ ഉപയോഗിച്ചപ്പോൾ ആ കത്തി എന്താണ്? ഫലപ്രദമാണ്, ഉപകാരമാണ്, നല്ലൊരു കാര്യമാണ്. ആ കത്തി ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ ഇറച്ചി മുറിക്കാൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി എൻ്റെ കാലശേഷം എൻ്റെ മോൻ ആ കത്തി ഏറ്റെടുത്തു. ആ കത്തി എൻ്റെ മകൻ്റെ കയ്യിൽ, കിട്ടുന്നവരൊക്കെ പള്ളക്ക് കുത്തി. ഓൻ ആ കത്തിയുണ്ട്. കത്തിക്കാണോ കുഴപ്പമോ ഓനാണോ കുഴപ്പമോ? ആർക്കാ കുഴപ്പമോ? മോനോ കത്തിക്കോ? ശരി. രണ്ടാമത്തെ, എൻ്റെ കയ്യിൽ ഒരു BMW ഉണ്ട്. എൻ്റെ കയ്യിൽ ഒരു BMW ഉണ്ട്, കാറ്. എൻ്റെ കയ്യിലില്ലട്ടോ, 2 വീലർ പോലും ഇല്ല. നാളെ ക്ലിപ്പിംഗ് ആക്കണ്ട, കഷ്ടപ്പെട്ടിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലെത്തി വേറെ തന്നെ കയ്യും കാലും പിടിച്ചിട്ട്. മനസ്സിലായോ? ഒരു 2 വീലർ പോലും ഇല്ലേ, പഠിച്ചവനാണ് എന്നേറി. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. ഈ BMW മയക്കുമരുന്നടിക്കുന്ന, കള്ളു കുടിക്കുന്ന, ട്രാഫിക് നിയമം അറിയാത്ത ഒരുത്തൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു എന്ന് വിചാരിച്ചോ, എന്തായിരിക്കും സ്ഥിതി? ഒറ്റ ദിവസം കൊണ്ട് ഓൻ കൊക്കയിലേക്ക് ഇട്ട് അടിച്ച് തൂഫാനാക്കി ഒതുക്കി ചമ്പലാക്കി എൻ്റെ കയ്യിൽ തരൂലേ? ശരി. ഈ BMW എല്ലാ നിയമവും അറിയുന്ന, BMW സകല ക്വാളിറ്റി അറിയുന്ന, ട്രാഫിക് നിയമം അറിയുന്ന, ജീവിതത്തിലൊരിക്കൽ മയക്കുമരുന്നടിക്കാത്ത നല്ലൊരു ഡ്രൈവറെ കൈ കൊടുത്താലോ ഓനെ ഉഷാറായിട്ട് കൊണ്ടെടുക്കുമോ? KM മൗലവി, വക്കം മൗലവി, MCC സഹോദരന്മാർ, ഡോക്ടർ ഉസ്മാൻ സാഹിബ്, KP മുഹമ്മദ് മൗലവി ഒക്കെ BMW എന്ന KNM-നെ അറിയാവുന്നവരായിരുന്നു. അവരതിനെ നല്ലോണം കൊണ്ടുനടന്ന്. പിന്നെ വന്ന തലമുറയിൽ ഇപ്പൊ ഈ KNM-നെ നയിക്കുന്നവരാരാ? ഞാൻ നേരത്തെ പറഞ്ഞ മകന്റെ സ്ഥാനത്ത് അവരുള്ളത്. ബാപ്പ കത്തി നല്ലോണം ഉപയോഗിച്ചു, മകനോ ആ കത്തി കൊണ്ട് എല്ലാവരെയും കുത്തിക്കൊന്നു. അപ്പൊ കത്തിക്കാണോ കുഴപ്പം, കത്തി ഉപയോഗിക്കുന്ന ആൾക്കാണോ കുഴപ്പം? നിങ്ങൾക്കൊക്കെ മനസ്സിലായി അല്ലേ? ഇന്ന് KNM-ന് സംഭവിച്ചാതാ. അപ്പൊ സംഘടന വേണമെന്നാണോ വേണ്ടെന്നാണോ? KP മുഹമ്മദ് മൗലവി നയിച്ച KNM-നെ നമുക്ക് വേണ്ടേ? ഡോക്ടർ ഉസ്മാൻ സാഹിബ് നയിച്ച KNM ഇടല്ലേ നമ്മളതാ ഓലോ? ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഇനി ഒരിക്കലും മറക്കരുത് കേട്ടോ, എല്ലാവരോടും പറയണം. ഞാൻ ആ ഉദാഹരണം എറണാകുളം പറഞ്ഞപ്പോൾ TPക്ക് സഹിച്ചില്ല, കാരണം നല്ലോണം കൊണ്ട്. ഏതുപോലെ ആദർശപുരം മൊബൈലിന് കവർ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ മൊബൈലിന് കവർ ഉപയോഗിക്കാറുണ്ട്. എന്തിനാ മൊബൈലിന് കവർ? സേഫ്റ്റിക്കല്ലേ അല്ലേ? കവർ സേഫ്റ്റിക്കല്ലേ അല്ലേ? സുരക്ഷിതത്വത്തിനല്ലേ? ഒരാൾ മൊബൈൽ എറിയാളെ